നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. രോഗം സ്ഥിരീകരിച്ചത് മാനന്തവാടി നഗരസഭാ പരിധിയിലെ കോളനി. 15-കാരിക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ചുള്ളിയോട് കരടിപ്പാറയിൽ CPIM ലീഗ് സംഘടനം. യൂത്ത് ലീഗ് പ്രവർത്തകന് കഴുത്തിൽ കത്തികൊണ്ട് മുറിവ്. സംഘടനത്തിൽ 7 പേർക്ക് പരിക്ക്. ജലക്ഷാമത്തിനും കൃഷിനാശത്തിനും പരിഹാരമായാണ് വരൾച്ചാ ലഘൂകരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സർക്കാരും ജനങ്ങളും ഒരുമിച്ചാലേ പദ്ധതികൾ വിജയിക്കൂ എന്ന് മന്ത്രി. വാതിൽപ്പടി റേഷൻ വിതരണം വയനാട്ടിൽ ജൂൺ 1 തുടങ്ങും. പുതിയ റേഷൻ കാർഡുകളും ജൂൺ 1. രാജ്യത്തോടൊപ്പം വയനാട്ടിലും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. മാനന്തവാടി നഗരസഭാ പരിധിയിൽ 15-കാരിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ഈ വർഷം 3 ഡിഫ്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാനന്തവാടി നഗരസഭാ പരിധിയിലെ ഒരു കോളനിയിലെ 15-കാരിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത് മണിപ്പാൽ സെന്റർ ഫോർ വൈറസ് റിസർച്ചിൽ നിന്ന് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ്. തൊണ്ടവേദനയും പനിയുമായി മെയ് 18 ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയുടെ സ്വാബ് കൾച്ചർ PCR പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഈ വർഷം ഡിഫ്തീരിയ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് വർഷങ്ങൾക്ക് ശേഷം വയനാട്ടിൽ ആദ്യ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി 2016 ഓഗസ്റ്റ് മാസത്തിലാണ് ചുള്ളിയോടുള്ള 10 വയസ്സുകാരന് ഡിഫ്തീരിയ ബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ വർഷം ഇതുവരെ 24 കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും രോഗബാധ സ്ഥിരീകരിച്ചത് 3 പേർക്കാണ്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 11 വയസ്സുകാരനും പൂതാടി പഞ്ചായത്തിലെ 17-കാരിക്കും പിന്നെ ഇന്ന് വന്ന റിപ്പോർട്ടിലെ 15-കാരിക്കുമാണ് ജില്ലയിൽ ഈ വർഷം ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. ഡിഫ്തീരിയ ബാധ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. കുട്ടിയുടെ കോളനിയുടെ പരിസരത്തുള്ള 100ഓളം കുടുംബങ്ങളിൽ സർവേ നടത്തി ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കൂടാതെ മുൻകരുതലിന്റെ ഭാഗമായി പരിസരവാസികൾക്ക് പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യും. പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ബോധവൽക്കരണ സെമിനാറുകളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. വയനാട്ടിൽ രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുമെന്നും പ്രതിരോധ മരുന്നുകളോടുള്ള ചിലരുടെ മനോഭാവമാണ് ജില്ലയിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വരാൻ കാരണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. തൊണ്ടവേദനയും പനിയുമുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ അരുതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന രോഗാണു ഉണ്ടാക്കുന്നതും വായുവിൽ കൂടി പകരുന്നതുമായ രോഗമാണ് തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ. കുത്തിവയ്പ് എടുക്കാത്തവരെയും അപൂർണമായി എടുത്തവരെയും രോഗം ബാധിക്കുന്നത്. പ്രധാനമായും കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പനി, തൊണ്ടവേദന, ആഹാരമിറക്കാൻ പ്രയാസം, കഴുത്തിൽ വീക്കം എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. ലക്ഷണം കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യസഹായം തേടണം. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. രോഗാണു പുറപ്പെടുവിക്കുന്ന വിഷവസ്തു രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി ഹൃദയം, മസ്തിഷ്കം, നാഡീഞരമ്പുകൾ എന്നിവയെ ബാധിച്ച് മരണകാരണമാകുന്നു. ബിച്ചു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ഇലക്ട്രിക് പോസ്റ്റിൽ പേരെഴുതുന്നതിനെ ചൊല്ലി തർക്കം. CPM ലീഗ് സംഘർഷത്തിൽ കലാശിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. യൂത്ത് ലീഗ് പ്രവർത്തകന് കഴുത്തിൽ മുറിവേറ്റു. പരിക്കേറ്റവർ ബത്തേരി, അമ്പലവേൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്ന് രാവിലെ 8 മണിയോടെ ചുള്ളിയോട് കരടിപ്പാറയിലാണ് സംഭവം. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് നിന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടെ ചുള്ളിയോട് കരടിപ്പാറയിലാണ് സംഭവം. ഇലക്ട്രിക് പോസ്റ്റിൽ പെയിന്റ് അടിച്ച് പേരെഴുതുമായി ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിൽ കലാശിക്കുകയുമാണ് ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. സംഘർഷത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകരായ കരടിപ്പാറ ചേലപ്പറമ്പിൽ CH നൌഫൽ, പുളിക്കൽ നിഷാദ്, CPM പ്രവർത്തകരായ കരടിപ്പാറ പൂവത്തുപറമ്പിൽ PP റഷീദ്, മകൻ റിൻഷാദ്, മുള്ളത്തുപറമ്പിൽ MP സിറാജ്, പിതാവ് സിദ്ദീഖ്, എടമടത്തിൽ ER അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ലീഗ് പ്രവർത്തകനായ നൌഫലിന് കഴുത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ലീഗ് പ്രവർത്തകർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും CPM പ്രവർത്തകർ അമ്പലവേൽ CHCയിലും ചികിത്സയിലാണ്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ജലക്ഷാമം, കൃഷിനാശം എന്നിവയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് പുൽപ്പള്ളി മേഖലയിൽ വരൾച്ചാ ലഘൂകരണ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. 80 കോടി ചെലവ് വരുന്ന പദ്ധതിയുടെ ആദ്യ ഗഡുവായി 20 കോടി രൂപ ഇക്കൊല്ലം അനുവദിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. മുള്ളംകൊല്ലി പുൽപ്പള്ളി മേഖല സമഗ്ര വരൾച്ചാ ലഘൂകരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമയം ഒട്ടും പാഴാക്കാതെ പദ്ധതി നടത്തിപ്പ് ആരംഭിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു.
ഉപരിതല ജലസംഭരണം നടത്തുക, അതുവഴി ഭൂജല നിരപ്പ് ഉയർത്തുക, പോരാത്ത ജലം കബനിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നീ 3 വിധത്തിലെ പ്രദേശത്ത് ജലസംഭരണം സാധ്യമാകൂ എന്ന് മന്ത്രി പറഞ്ഞു. എന്താ വരച്ചുണ്ടാവാൻ കാരണം? ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒന്നും ഇവിടെ ശേഖരിക്കപ്പെടുന്നില്ല. അവ കുത്തിയൊലിച്ച് കബനിയിലേക്ക് പോവുകയാണ് ചെയ്യും. പണ്ടങ്ങനെയല്ലായിരുന്നു. ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഇവിടെ തന്നെ സംഭരിക്കുന്നതിന് ആവശ്യമായ ഒരുപാട് കുളങ്ങൾ, പാടങ്ങൾ, ചതുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊല്ലി എന്ന് പറഞ്ഞാൽ തന്നെ ചതുപ്പെന്നല്ലേ അർത്ഥം. ഇപ്പം അതില്ല. പെയ്യുന്ന മഴവെള്ളം ഇവിടെ നിൽക്കുന്നില്ല, നേരെ ഒഴുകിപ്പോയി. അങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താഴത്തേക്കും വെള്ളം ഇറങ്ങുന്നില്ല. തേക്ക് മരത്തോട്ടം താപനില ഉയർത്തുകയും ജലക്ഷാമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുമരങ്ങൾ പോലും മുറിച്ചു മാറ്റുന്ന പ്രവണത തടയണം. തലക്കുളങ്ങൾ വർദ്ധിപ്പിക്കണം. കടമാൻതോട് അടക്കം ജലസേചന പദ്ധതികൾ ഉപേക്ഷിക്കരുത്. കർഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചും ആശങ്കകൾ പരിഹരിച്ചുമാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്. സെമിനാറിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. പദ്ധതി തയ്യാറാക്കുമ്പോൾ ജനങ്ങളുടെ താൽപര്യം മാനിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തുടർ പ്രവർത്തനങ്ങൾ അനുസരിച്ച് മാത്രമേ പദ്ധതിക്ക് തുടർന്നുള്ള ഫണ്ട് അനുവദിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. പദ്ധതി വിശദീകരണം മണ്ണ് സംരക്ഷണ ഡയറക്ടർ ജസ്റ്റിൻ മോഹൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉഷാകുമാരി പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗിരിജ കൃഷ്ണൻ, രുക്മിണി സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ശിവരാമൻ പാറക്കുഴി, KJ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സർക്കാരിനൊപ്പം ജനങ്ങളും ഒരുമിച്ചാൽ മാത്രമേ സാമൂഹ്യ വനവൽക്കരണ പരിപാടി വിജയിപ്പിക്കാൻ കഴിയൂ എന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. പരിസ്ഥിതി ദിനത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് നട്ടുപിടിപ്പിക്കും. വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടന്ന വൃക്ഷത്തൈകളുടെ സംരക്ഷണം അതാത് സംഘടനകൾ ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. മുള്ളംകൊല്ലി സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. വയനാട് സിറ്റി ക്ലബ് അങ്ങനെ സർക്കാർ മാത്രമല്ല, മറ്റ് ഒട്ടനവധി സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഇവിടെ വയനാട് സിറ്റി ക്ലബ്ബ് പോലെ മരം നടൽ തങ്ങളുടെ സ്വന്തം ദൗത്യമായിട്ട് നിർവചിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ മാത്രം വിചാരിച്ച് നടക്കുന്നതല്ലത്, നാട് മുഴുവൻ ഏറ്റെടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വയനാട് സിറ്റി ക്ലബിന്റെ ഈ മുൻകൈ. മേപ്പാടി പഞ്ചായത്ത് 17ാം വാർഡിലെ അഴിമതിക്കെതിരെയും വാർഡ് മെമ്പറുടെ ധിക്കാര നടപടിക്കെതിരെയും 17ാം വാർഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർഡ് വികസന കൺവീനർ B. ശിവരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. PP. കുഞ്ഞാപ്പ അധ്യക്ഷനായിരുന്നു. ഉണ്ണികൃഷ്ണൻ, അഷറഫ്, രാജ എച്ചമാടി, ഷാജിമോൻ ചുരൽമല തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു ജനകീയ സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട്. CPM-ന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടും കൂട്ടായിട്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി. ജനകീയ സമിതി ധർണയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് 17ാം വാർഡ് മെമ്പർ സുലൈമാൻ. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നത് 17ാം വാർഡിലാണ്. ആരോപണങ്ങൾ തെളിയിക്കാൻ സമരക്കാർ തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് പ്രവർത്തികൾ നടത്തിയ വാർഡാണ് 17ാം വാർഡ്. 1.5 വർഷം കൊണ്ട് 16 പേർക്ക് 17ാം വാർഡിൽ ഭവന നിർമ്മാണത്തിന് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 21 വാർഡിൽ ഏറ്റവും ഒരു വാർഡിൽ പോലും 16ാം വാർഡിനെ പോലെ ഇങ്ങനെ ആനുകൂല്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നടത്തുന്ന പ്രവൃത്തിയിൽ ഒരു പ്രവൃത്തിക്കും അതിന്റെ തുക അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ നടന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ അഴിമതി ഉണ്ടെന്ന് തെളിയിച്ചാൽ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. തെളിയിക്കണം, വെറുതെ ആരോപണം വെച്ചിട്ട് കാര്യമില്ല. ഇത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഒരു ഗൾഫ് മലയാളി സ്പോൺസർ ചെയ്ത് നടത്തിയ മാർച്ചാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പുൽപ്പള്ളി പഞ്ചായത്തിലെ കല്ലുവേൽ ചോമാടിയിൽ ബാലകൃഷ്ണന്റെ ഷീറ്റിട്ട വീട് പൂർണ്ണമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് സാരമായ പരിക്കേറ്റു. പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ബാലകൃഷ്ണൻ വീട് നിർമ്മിച്ചു നൽകിയത്. വീട് പൂർണ്ണമായും തകർന്നെങ്കിലും ഗർഭിണിയായ ഭാര്യയുൾപ്പെടെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടം തിട്ടപ്പെടുത്തി. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ബാലകൃഷ്ണൻ പറഞ്ഞു. വൈകുന്നേരം ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായി തകർന്നു. അതുമാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന ഇവർ 3 കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഉണ്ടായത്. അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സാ സഹായം തേടുകയും ചെയ്തു.
ഭവന പദ്ധതിയിലൂടെ കിട്ടിയ ഫണ്ടിൽ നിന്നും നാട്ടുകാരോട് സഹായിച്ച് ആണ് ഈ വീട് പണിത്. ആ വീട് മൊത്തം പൂർണ്ണമായി തകർന്നുപോയി. പിന്നെ വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് കാര്യങ്ങൾ കാണുകയും ഇനിയിപ്പോൾ വേണ്ട സഹകരണങ്ങൾ നൽകണം. വാതിൽപ്പടി റേഷൻ വിതരണം വയനാട് ഉൾപ്പെടെ ജില്ലകളിൽ ജൂൺ 1 തുടങ്ങും. വയനാട്ടിൽ പുതിയ റേഷൻ കാർഡ് വിതരണവും ജൂൺ 1 ആരംഭിക്കും. ജില്ലയിൽ 1,96,192 പുതിയ റേഷൻ കാർഡുകൾ. വാതിൽപ്പടി റേഷൻ വിതരണം തുടങ്ങുന്നതോടെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ തന്നെ ഷാപ്പുടമകൾ റേഷൻ സാധനങ്ങൾ മറച്ചു വിൽക്കുന്നു എന്ന ആരോപണത്തിന് അറുതിയാകും. മൊത്തം കാർഡുകളിലെ കോട്ടയെടുത്ത് റേഷൻ വിൽപ്പന കഴിച്ചു ബാക്കി കരിഞ്ചന്തയിൽ മറിക്കുന്ന ഏർപ്പാടിനാണ് ഭക്ഷ്യഭദ്രതാ പദ്ധതി നടപ്പാക്കുന്നതോടെ അറുതിയാകുന്നത്. വാതിൽപ്പടി റേഷൻ വിതരണം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ 7 ജില്ലകളിൽ നടപ്പാക്കിയിരുന്നു. ഇവിടങ്ങളിൽ റേഷൻ വിൽപ്പനയിൽ 30% കുറവ് വന്നു. സാധാരണഗതിയിൽ ഈ 30% റേഷൻ മൊത്തം വിതരണ കേന്ദ്രത്തിൽ വെച്ചോ അല്ലാതെയോ കരിഞ്ചന്തയിൽ മറിയുകയാണ് പതിവ്. ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ വരുന്നതോടെ കാർഡുടമയോ ചുമതലപ്പെടുത്തുന്നയാളോ വിരലടയാളം പതിച്ച് റേഷൻ വാങ്ങുന്ന സമ്പ്രദായം നിലവിൽ വരും. 3 മാസത്തിനകം മെഷീൻ റേഷൻ കടകളിൽ എത്തിക്കാനാണ് നീക്കം. കാർഡ് പുതുക്കൽ പൂർത്തിയായതോടെ സംസ്ഥാനത്ത് മൊത്തം റേഷൻ കാർഡുകളുടെ എണ്ണം 80 ലക്ഷമായി കുറഞ്ഞു. പുതുക്കും മുമ്പ് എണ്ണം 82 ലക്ഷമായിരുന്നു. പുതിയ കാർഡുകളുടെ ആധാർ അധിഷ്ഠിത പരിശോധന പൂർത്തിയായി. 1,96,162 കാർഡുകളിലായി വയനാട്ടിൽ 8,16,647 റേഷൻ ഗുണഭോക്താക്കളുണ്ട്. 35 കിലോ അരി ലഭിക്കുന്ന AAY വിഭാഗത്തിൽ 4,70,678 കാർഡുടമകളുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽ 53,783 കാർഡുകളും സബ്സിഡി വിഭാഗത്തിൽ 64,942 കാർഡുകളും ജില്ലയിലുണ്ട്. പുതിയ കാർഡിന് മുൻഗണനാ വിഭാഗത്തിന് 50 രൂപയും പൊതുവിഭാഗത്തിന് 100 രൂപയുമാണ് വില. പട്ടിക വിഭാഗത്തിന് കാർഡ് സൗജന്യമായി ലഭിക്കും. അതാത് റേഷൻ കടകളിലോ കടകളോട് ചേർന്ന സൗകര്യപ്രദമായ സ്ഥലത്തോ പുതിയ കാർഡ് വിതരണം ചെയ്യുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പുതിയ പട്ടിക റേഷൻ കടകളിൽ ജൂലൈ 1 മുതൽ പ്രദർശിപ്പിക്കും. പുതിയ കാർഡുകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അപേക്ഷകൾ 1-ാം തീയതി മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വീകരിക്കും. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാകുന്നതോടെ FCIയിൽ നിന്ന് സപ്ലൈകോ നേരിട്ട് റേഷൻ സാധനങ്ങളെടുത്ത് വിതരണത്തിന് ലഭ്യമാക്കും. ജില്ലയിൽ 3 താലൂക്കുകളിലും ഇതിനായി ഗോഡൌണുകൾ ക്രമീകരിച്ചതായും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മേപ്പാടി ഗവൺമെന്റ് LP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഷൺമുഖൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് അധ്യക്ഷനായിരുന്നു. ഷൈജ, ജിൻസി സണ്ണി, സി സിനത്ത്, ഉണ്ണികൃഷ്ണൻ, ബാബുരാജ്, ടി ഹംസ, ലിസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തവാടി നഗരസഭ പാലുൽപാദക ബോണസ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ചില UDF കൗൺസിലർമാരുടെ ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതവും സ്വന്തം പാർട്ടിക്കുള്ളിൽ സ്ഥാപനം നിലനിർത്താൻ നടത്തുന്ന പൊറാട്ട് നാടകവുമാണെന്ന് നഗരസഭാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷക്കാലം ഭരണ നേതൃത്വം വഹിച്ചവർ നഗരസഭയിലെ 1500ഓളം ക്ഷീരകർഷകർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിരുന്നില്ല. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾ നഗരസഭാ നേതൃത്വം ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ജാളിത മറച്ചുവെക്കാനാണ് അപവാദ പ്രചരണം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ VR പ്രവീജ്, വൈസ് ചെയർപേഴ്സൺ പ്രദീപ ശശി, PT ബിജു, ശാരദ സജീവൻ, ലില്ലി കുര്യൻ, വർഗീസ് ജോർജ്, അബ്ദുൾ ആസിഫ് എന്നിവർ പങ്കെടുത്തു. 2016-17 വർഷത്തെ വാർഷിക പദ്ധതി പാൽ ഉൽപാദകർക്കായി 15 ലക്ഷം രൂപ ഉൽപാദക ബോണസ് നൽകുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലനത്തിനായി 3,25,000 രൂപയും നമ്മുടെ വെറ്റിനറി പോളിക്ലിനിക് മുഖേന വിതരണം നടത്തുന്ന സൗജന്യ മരുന്ന് വിതരണം പരാഗരോഗ നിയന്ത്രണം പദ്ധതിക്കായി 4,95,000 രൂപയും ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇത്തരത്തിലുള്ള പദ്ധതി വളരെ കൃത്യമായി നിർമ്മാണ ഉദ്യോഗസ്ഥർ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പാൽ ഉൽപാദക ബോണസ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. മാനന്തവാടി നഗരസഭാ പരിധിയിലുള്ളവർക്കല്ല, യഥാർത്ഥ ഗുണഭോക്താക്കൾക്കല്ല ആനുകൂല്യം നൽകിയത് എന്നുള്ളതാണ് ആക്ഷേപം. 1 രൂപ 66 പൈസ വെച്ചാണ് 1 ലിറ്റർ പാലിന് മാനന്തവാടി നഗരസഭ ഉൽപാദന ബോണസ് നൽകിയത്. അത് തിരുനെല്ലി, അതോടൊപ്പം തന്നെ എടവക, തവിഞ്ഞാൽ പഞ്ചായത്തുകളിലുള്ള വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ചില കർഷകർ മാനന്തവാടി സംഘത്തിൽ പാലളക്കുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യം ഞങ്ങൾ നൽകിയിട്ടില്ല. സുൽത്താൻ ബത്തേരി ടൗണിൽ അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്നിരുന്ന ട്രാഫിക് സിഗ്നൽ സിസ്റ്റം എടുത്തുമാറ്റി. ട്രാഫിക് ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് നടുവിലായിരുന്നു നോക്കുകുത്തിയായി സിഗ്നൽ സിസ്റ്റം. പ്രവർത്തനരഹിതമായിരുന്ന സിസ്റ്റം വാഹനം തട്ടി റോഡിലേക്ക് ചരിഞ്ഞ് അപകട ഭീഷണിയായതിനെ തുടർന്നാണ് നഗരസഭ ഇടപെട്ട് നീക്കം ചെയ്തത്.
ബത്തേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ സിസ്റ്റമാണ് ടൗണിലെത്തുന്നവർക്ക് ദുരിതമായതോടെ മുറിച്ചുമാറ്റിയത്. ട്രാഫിക് ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് നടുവിലായി സ്ഥാപിച്ചിരുന്ന സിസ്റ്റമാണ് നഗരസഭ ഇടപെട്ട് ബത്തേരി ഫയർ റെസ്ക്യൂ ഫോഴ്സ്, ട്രാഫിക് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. റോഡിന് നടുവിലായി പ്രവർത്തനരഹിതമായി നിന്നിരുന്ന ഈ സിസ്റ്റം ഇതര സംസ്ഥാനത്തു നിന്നും രാത്രികാലങ്ങളിൽ വരുന്ന ചരക്കു വാഹനങ്ങൾ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും വാഹനം തട്ടി ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിലായിരുന്നു ഈ സിസ്റ്റം. ഇതാണ് ഇന്ന് രാവിലെ മുറിച്ച് നീക്കം ചെയ്തത്. 8 വർഷം മുമ്പാണ് 7 ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഈ ഭാഗത്ത് സ്ഥാപിച്ചത്. വയനാട് ന്യൂസ്, ബത്തേരി. ചീരാൽ വെണ്ടോൾ നമ്പ്യാർകുന്ന് റോഡിലൂടെ യാത്ര ദുരിതമാകുന്നു. 2006-2007 സാമ്പത്തിക വർഷത്തിൽ നിലവിലുണ്ടായിരുന്ന യാത്രായോഗ്യമായ റോഡ് പൊളിച്ചു മാറ്റിയാണ് ഹരിതഗിരി കൺസ്ട്രക്ഷൻ ഈ റോഡ് നിർമ്മിച്ചത്. മാടക്കര മുതൽ നമ്പ്യാർകുന്ന് വരെ 9 കിലോമീറ്റർ 160 മീറ്റർ ദൂരമായിരുന്നു റോഡ് നിർമ്മാണം. 2006-2007 സാമ്പത്തിക വർഷത്തിൽ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന എഗ്രിമെന്റിൽ ഹരിതഗിരി കൺസ്ട്രക്ഷനാണ് റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുത്തത്. എന്നാൽ 1 വർഷത്തിനു ശേഷം പ്രവൃത്തി പൂർത്തീകരിക്കാതെ കമ്പനി 1 കോടി രൂപ കൈപ്പറ്റി. തുടർന്ന് ജനകീയ സമരത്തെ തുടർന്ന് റോഡ് നിർമ്മാണം കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. അഴിമതി ആരോപണത്തെ തുടർന്ന് കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാടക്കര മുതൽ ചീരാൽ വരെ 5 കിലോമീറ്റർ ദൂരം PWD ഏറ്റെടുത്തു. ചീരാൽ മുതൽ നമ്പ്യാർകുന്ന് വരെയുള്ള റോഡാണിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുരിതപൂർണമായിരിക്കുന്നത്. ഒരു KSRTC ബസ് മാത്രമാണ് ഈ വഴിയിലൂടെ ഇപ്പോൾ ഓടുന്നത്. റോഡിന്റെ ദുസ്ഥിതി കാരണം പ്രൈവറ്റ് വാഹനങ്ങൾ സർവീസ് അവസാനിപ്പിച്ചു. ചീരാൽ മുതൽ നമ്പ്യാർകുന്ന് വരെ 4 കിലോമീറ്റർ കൂടി PWD ഏറ്റെടുത്ത് റോഡ് ഉടൻ നന്നാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 5 വർഷത്തിലാണ് കൊടുത്തത്. 2 വർഷമായി റോഡിന്റെ പണി കഴിഞ്ഞിട്ട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടിക്കാർക്കൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ പിള്ളേർക്കൊന്നും ഇതിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഒരു മഴക്കാലത്ത് ഞങ്ങൾ നെല്ലിട്ടിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. മാനന്തവാടി നഗരസഭയുടെ ഈ വർഷത്തെ വികസന സെമിനാർ ടൗൺ ഹാളിൽ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ശശി അധ്യക്ഷയായിരുന്നു. PT ബിജു പദ്ധതി വിശദീകരണം നടത്തി. ലില്ലി കുര്യൻ, വർഗീസ് ജോർജ്, ജേക്കബ് സെബാസ്റ്റ്യൻ, ശോഭാരാജൻ, VU ജോയി എന്നിവർ സംസാരിച്ചു. കരട് പദ്ധതി രേഖ ചെയർമാൻ VR പ്രവീജ് മുരളി മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 26ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം കോൺഗ്രസ് ബത്തേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഭവനിൽ നടന്നു. രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും പരിപാടിയുടെ ഭാഗമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ബാബു പഴുപ്പത്തൂർ, NM വിജയൻ, PM തോമസ്, കുന്നത്ത് അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ചരിത്രത്തിലെ കാലം മറക്കാത്ത രക്തസാക്ഷിത്വമാണ് രാജീവ് ഗാന്ധിയുടേതെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ്. പുൽപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക രംഗത്തടക്കം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനായത് രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും ഭരണതന്ത്രജ്ഞതയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. TS ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി NU ഉലഹന്നാൻ, VM പൗലോസ്, PN ശിവൻ, PD ജോണി, സെലിൻ മാനുവൽ, ജിനി തോമസ്, CP കുര്യാക്കോസ്, CP ജോയി, സജി റജി, പത്രോസ്, നന്ദകുമാർ, ബേബി സുകുമാരൻ, രജനി ചന്ദ്രൻ, VT സെബാസ്റ്റ്യൻ, ഷീജ പൗലോസ് എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മുള്ളൻകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PD സജി, സ്റ്റീഫൻ പുക്കുടിയിൽ, സാബു അബ്രഹാം, ജോയി വാഴയിൽ, ജോസഫ് പെരുവേലി, CD തങ്കച്ചൻ, ജോർജ് TM, തോമസ് പാഴൂക്കാല, വിൻസെന്റ് ചുനാട്ട്, TJ മാത്യു, ജോസ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. കുന്താണി LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം തിരുമുറ്റം 2017 സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, സാംസ്കാരിക സമ്മേളനം, ബാച്ച് സംഗമം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനം MLA IC ബാലകൃഷ്ണനും പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപകനായിരുന്ന ജോബ് മാഷും ഉദ്ഘാടനം ചെയ്തു. നെന്മേനി പഞ്ചായത്ത് നമ്പ്യാർകുന്ന് കല്ലൂരിൽ സാമൂഹ്യനീതി വകുപ്പ് 13 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി ഉദ്ഘാടനം ചെയ്തു. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR കറുപ്പൻ അധ്യക്ഷനായിരുന്നു. K രാജഗോപാൽ, PK രാമചന്ദ്രൻ, സരള ഉണ്ണികൃഷ്ണൻ, ബിന്ദു മനോജ്, PT ബേബി, PS ഷാജി, സുഭദ്ര രാജു എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ വയനാട് ജില്ലാ കൺവെൻഷൻ പനവരം വ്യാപാര ഭവനിൽ നടന്നു. വാർക്കേളു MLA ഉദ്ഘാടനം ചെയ്തു. PN വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. MI ചാക്കോ, PJ സെബാസ്റ്റ്യൻ, KSLU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പട്ടാണിക്കുപ്പ് ദാറുൽ ഉളും മദ്രസ കെട്ടിടവും മജ്ലിസുന്നൂർ സ്വലത്ത് വാർഷികവും പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SKSSF ഓഫീസിന്റെ ഉദ്ഘാടനം MI ഷാനവാസ് MPയും പൊതുസമ്മേളനം മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KT ഹംസ മുസ്ലിയാരും ഉദ്ഘാടനം ചെയ്തു.
ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLAയും വാട്ടർ ഡിസ്പെൻസർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്തും നിർവഹിച്ചു. മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KT ഹംസ ഉസ്താദിനെ ആദരിക്കൽ അബ്ദുൽ സലാം ഫൈസി പേരാൽ നിർവഹിച്ചു. അനുമോദന പത്ര വിതരണം ടി മുഹമ്മദും ബിൽഡിംഗ് കോൺട്രാക്ടർക്കുള്ള ഉപഹാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാറും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, അസീസ് MA, വർഗീസ് മുരിയൻകാവിൽ, ഫാദർ ബേബി ഏലിയാസ്, ജോസ് നെല്ലേടം, ജോസ് കുന്നത്ത്, മുനീർ ആച്ചുക്കുളം എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചെട്ടി സമുദായത്തിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ വിളക്കിന്റെ നേതൃത്വത്തിൽ ചിലമ്പൊലി 2017 എന്ന പേരിൽ ബത്തേരിയിൽ കലാവിരുന്ന് സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ സമുദായത്തിലെ കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറി. നൂറുകണക്കിന് സമുദായ അംഗങ്ങൾ നഗരസഭാ ഹാളിൽ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. രോഗം സ്ഥിരീകരിച്ചത് മാനന്തവാടി നഗരസഭാ പരിധിയിലെ കോളനി. 15-കാരിക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ചുള്ളിയോട് കരടിപ്പാറയിൽ CPIM ലീഗ് സംഘടനം. യൂത്ത് ലീഗ് പ്രവർത്തകന് കഴുത്തിൽ കത്തികൊണ്ട് മുറിവ്. സംഘടനത്തിൽ 7 പേർക്ക് പരിക്ക്. ജലക്ഷാമത്തിനും കൃഷിനാശത്തിനും പരിഹാരമായാണ് വരൾച്ച ലഘൂകരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സർക്കാരും ജനങ്ങളും ഒരുമിച്ചാലേ പദ്ധതികൾ വിജയിക്കൂ എന്ന് മന്ത്രി. വാതിൽപ്പടി റേഷൻ വിതരണം വയനാട്ടിൽ ജൂൺ 1 തുടങ്ങും. പുതിയ റേഷൻ കാർഡുകളും ജൂൺ 1. രാജ്യത്തോടൊപ്പം വയനാട്ടിലും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.